കണ്ണൂരിലെ ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഈ വർഷം പ്രവേശനം നേടിയത് മുഴുവൻ വിദ്യാർത്ഥികളും അതിഥി തൊഴിലാളികളുടെ മക്കൾ. വിദ്യാലയത്തിൽ പഠിക്കുന്ന മറ്റു കുട്ടികളിൽ 80% ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ളവരുടെ മക്കൾ എന്നതും ഈ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കണ്ണൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ദൈവത്താർകണ്ടി ഗവൺമെന്റ് UP സ്കൂളിലാണ് ഈ ശ്രദ്ധേയമായ കാഴ്ച. ഇത്തവണ പുതുതായി 1ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിൽ ചേർന്നത് 12 കുട്ടികളാണ്. 12 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. നേരത്തെ ആകെ സ്കൂളിൽ 62 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇതിൽ 48 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ കൂടുതലും പഠിക്കുന്നത് മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ തൊഴിൽ അന്വേഷിച്ച് എത്തിയവരുടെ മക്കളാണെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം, മധ്യപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ മക്കളാണ് ഈ സർക്കാർ വിദ്യാലയത്തിലെ പഠിതാക്കൾ. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ പറയാൻ സാധിക്കുന്നവരാണ് ഇവിടുത്തെ മുതിർന്ന കുട്ടികൾ. സ്കൂളിനെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും ഉത്തരേന്ത്യക്കാരായ രക്ഷിതാക്കൾക്ക് പറയാൻ നല്ലതേയുള്ളൂ. വിശ്വകർമ്മ റാം ഭാര്യ സിംലയുടെ 3 മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്. ഇളയ മകൻ ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്നു. देवतारकंडी यह स्कूल केरल का सबसे अच्छा सुपर स्टार है। यह UP से बहुत अच्छा है। हमारा 3 बच्चे इसी स्कूल में पढ़ते हैं। एक 4 में पढ़ते हैं, एक 5 में पढ़ते हैं, एक LKG। हम लोग UP उत्तर प्रदेश से है। हमको UP से सबसे अच्छा ये स्कूल केरल का लगता है। हर देश से हमको अच्छा ये पढ़ाई है। हमको हर चीज़ में शिक्षित है। हम लोग इधर अच्छा से रहते हैं, अच्छा से पढ़ाई करते हैं। इधर कोई चीज़ का कोई प्रॉब्लम नहीं है। हर चीज़ क्या UP से अच्छा है। UP में जो होता है वो अच्छा इधर नहीं होता है। इधर हर चीज़ का सुविधा है, हर चीज़ का सेफ्टी है। इधर हर चीज़ मिलता है, हर चीज़ खाने पीने का सब कुछ मिलता है। ये UP से केरल बहुत अच्छा देश है, अच्छा शिक्षित है। हम लोग इधर रहना चाहते हैं, इधर पढ़ना चाहते हैं। തങ്ങളുടെ സ്വന്തം ഭാഷയിൽ കുട്ടികളും വാതോരാതെ സംസാരിച്ചു. വിദ്യാലയത്തിന് ചുറ്റുപാടുമായി നിരവധി ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. രാജസ്ഥാൻകാരിയായ വിദ്യാർത്ഥിനി സ്കോളർഷിപ്പ് നേടിയതും ഈ വിദ്യാലയത്തിന്റെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഏത് സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളായാലും തങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാണ് ഇവിടുത്തെ അധ്യാപകർ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയായി കൊണ്ടാണ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ദൈവത്താർകണ്ടി ഗവൺമെന്റ് UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ദൈവത്താർകണ്ടി ഗവൺമെന്റ് UP സ്കൂളിൽ ഈ വർഷം എല്ലാ ക്ലാസ്സിലുമായിട്ട് 12ഓളം കുട്ടികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അതിൽ 10 കുട്ടികൾ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. പുതുതായിട്ട് അഡ്മിഷൻ നേടിയതാണ്. അപ്പോൾ ഈ 10 കുട്ടികൾ മുഴുവനായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്ന കുട്ടികളാണ്. അവർ വന്നിരിക്കുന്നത് ആസാം, ഒഡീഷ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ രക്ഷിതാക്കൾ ഇവിടെ നമ്മുടെ സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും അവരുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കൾ അവരുടെ കുട്ടികൾ മാത്രമല്ല, അവരുടെ ബന്ധുക്കളുടെ കുട്ടികളെയും അവരെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ നമ്മുടെ കണ്ണൂരിലെ ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അപ്പോൾ അന്യസംസ്ഥാനക്കാർ കൂടുതലുള്ള വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ പഠിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപികമാർ മുഴുവനും ഹിന്ദിയിലാണ് അവർക്ക് ഹിന്ദി മീഡിയത്തിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ് പുസ്തകങ്ങളെങ്കിലും ഹിന്ദിയിൽ അവർക്ക് വേണ്ട രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മലയാളികളായ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഹിന്ദിയിൽ സംസാരിക്കാനുള്ള കഴിവ് നേടുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു മാറ്റമാണ്. നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പോക്കൺ ഹിന്ദിയൊക്കെ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചിലവുമില്ലാതെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന മുതൽ തന്നെ അവർക്ക് ഹിന്ദി